കെ പി സ്വാസ്ഥ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് എല്ലാ ശാസ്ത്രശാഖകളെയും പോലെ തന്നെ മനഃശാസ്ത്രത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ കൺസെപ്റ്റുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുതിയ മേഖലകൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ പല പുതിയ ടേംസും മുന്നിൽ വന്നിട്ടുണ്ട്. അത്തരം ടേംസിൻ്റെയൊക്കെ റെലവൻസ് ആളുകൾക്ക് അറിയാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ടേമാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് സ്ലീപ്പ് ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായ ചിട്ടയായ ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടുക. ഇതെന്തുകൊണ്ടാണ് റെലവൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം, നമ്മുടെ ജോലിയുടെ സ്വഭാവം കൊണ്ടാവാം, പലപ്പോഴും വേണ്ടത്ര സമയം ആളുകൾ ഉറങ്ങാറില്ല. ഇത്തരം ഉറക്കക്കുറവ് ആദ്യമൊന്നും പ്രശ്നമുണ്ടാവില്ല, പക്ഷേ കാലക്രമേണ വലിയ അസുഖങ്ങളിലേക്ക് പോകാറുണ്ട്. കാരണം നമ്മുടെ ന്യൂറോൺസിന് ഒരു പ്രത്യേകതയുണ്ട്. വല്ലാത്ത റെസിലിയൻസ് ഉള്ളവരെയാണ് നമ്മുടെ ന്യൂറോൺ സെല്ലുകൾ എന്ന് പറയുന്നത്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഡാമേജുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ്. ആ റെസിലിയൻസിന് പക്ഷേ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇറിപ്പയറബിൾ ആയ ഡാമേജുകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ന്യൂറോൺസ് അങ്ങനെ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണമാണ് വേണ്ടത്ര ഉറക്കം കിട്ടാതിരിക്കുക എന്ന്. ഇനി വേണ്ടത്ര ഉറക്കം കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റിയാണ്. പലപ്പോഴും ആളുകൾ പറയും ഒരു 8 മണിക്കൂർ ഉറങ്ങാറുണ്ട്, 9 മണിക്കൂർ ഉറങ്ങാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ക്ഷീണിതരാണോ എന്നതാണ്. പലപ്പോഴും ആളുകൾ ക്ഷീണിതരായിരിക്കും. അതിൻ്റെ കാരണം ഉറക്കത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല എന്നതാണ്. ക്വാളിറ്റിയുള്ള ഉറക്കത്തിൻ്റെ പ്രത്യേകത ഡിഫൈൻഡ് ആയ ടൈം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവായി എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കും എന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഉറക്കം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന കൺസെപ്റ്റ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. സ്ലീപ്പ് ഹൈജീൻ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഉറക്കത്തിൻ്റെ സമയം തന്നെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സമയം തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ 10 മണിക്ക് തന്നെ കിടക്കുക. 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. അതേ സമയം മെയിൻറ്റെയിൻ ചെയ്യുക. മാത്രമല്ല ഉറക്കത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, ആരോഗ്യമുള്ളൊരു മനുഷ്യൻ 6 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം. അതിൽ താഴെയാകാൻ പാടില്ല. അടുത്തതായിട്ട് ഉറങ്ങുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ. ഡാർക്കായിട്ടുള്ള സ്ഥലത്താണ് ഉറങ്ങേണ്ടത്. കാരണം ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സ്റ്റിമുലൻ്റാണ്. അങ്ങനെ ലൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് ആക്റ്റീവ് ആവും. അതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്ത ഡാർക്കായ സ്ഥലങ്ങളാണ് നല്ലത്. കൂളായ സ്ഥലങ്ങളാണ് നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ അത്തരം ഒരു തണുപ്പുള്ള സ്ഥലമാണ് നല്ലത്. ഇനി നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതും ഡിസ്റ്റർബ് ചെയ്യുന്നതുമായ ഘടകങ്ങൾ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. ശബ്ദങ്ങളാകാം, വെളിച്ചമാകാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മൂവ്മെൻറ്റുകളാകാം. കാരണം വാഹനത്തിലൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. അതൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. കാരണം നമ്മുടെ ഡിജിറ്റൽ സ്ക്രീനുകൾ ഉപയോഗിക്കുന്ന തരം ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന സിഗ്നൽ അത് പകൽ സമയമാണ് എന്ന സിഗ്നലാണ്. നമ്മൾ ചിലപ്പോൾ നിർദോഷകരമായ ഒരു സിനിമ കാണുക, ഒരു ട്രോള് വായിക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് പട്ടാപ്പകലാണെന്നാണ്. അപ്പോൾ പട്ടാപ്പകൽ ഉറങ്ങാൻ പാകപ്പെട്ടതല്ല നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക. ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കഫീൻ ഡ്രിങ്കുകൾ പോലെയുള്ള കാര്യങ്ങൾ, ചായ, കാപ്പി മുതലായിട്ടുള്ള ഊർജം തരുന്ന തരം പാനീയങ്ങൾ ഒരു 4 മണിക്കൂർ മുമ്പ് തന്നെ നിർത്തുക. ഇത്തരം പല ഘടകങ്ങളെയും ശ്രദ്ധിച്ച് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന മെത്തേഡിനെയാണ് സ്ലീപ്പ് ഹൈജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ആരോഗ്യരംഗത്ത് ഇത് വളരെ റെലവൻ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പൊതുജനങ്ങൾ അറിയിലേക്കായിട്ട് വീഡിയോ വരുവാൻ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.